നമസ്കാരം. ലോകമെമ്പാടും നടക്കുന്ന ഒരു പ്രധാന തട്ടിപ്പാണ് ഈ ഓൺലൈനിലൂടെ പ്രണയ വാഗ്ദാനങ്ങളും മറ്റും നൽകിയതിന് ശേഷം ആളുകളുടെ പണം തട്ടിയെടുക്കുക, അവരെ കബളിപ്പിക്കുക, അതുപോലെ ചിലരെ ആത്മഹത്യയിലേക്ക് തള്ളി നീക്കുക തുടങ്ങിയ വിഷയങ്ങൾ. പലപ്പോഴും ഇത് ആരാണ് അപ്പുറത്തുള്ളതെന്ന് പോലും അറിയാതെയായിരിക്കും ഇപ്പുറത്തിരിക്കുന്ന ആളുകൾ അവരോട് പ്രണയത്തിലാവുന്നതും അവർ ആവശ്യപ്പെടുന്ന വലിയ തുകകളുമൊക്കെ നൽകുന്നതും. ചൈന കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ഇത്തരത്തിലുള്ള വലിയൊരു മാഫിയ സംഘത്തെ, അതായത് ഇവർ മ്യാൻമാർ സ്വദേശികളാണ്, ഏതാണ്ട് 11ഓളം പേരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം അവസാനത്തോടു കൂടി തന്നെയാണ് കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചത്. എന്നാൽ നടപ്പിലാക്കിയത് ഇന്നലെയാണ്. ഇവർക്ക് എതിരെ മതിയായ തെളിവുകളും എല്ലാം ഉണ്ടെന്ന് ചൈനയിലെ സുപ്രീം കോടതിയും കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ വധശിക്ഷ നടപ്പിലാക്കിയത്. മാത്രമല്ല, 11ഓളം പേർക്ക് വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ മറ്റ് നിരവധി പേർക്ക് നേരത്തെ തന്നെ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാഫിയ സംഘം വർഷങ്ങളായി ഇത്തരത്തിൽ ഓൺലൈൻ സംവിധാനത്തിലൂടെ ആളുകളെ കബളിപ്പിച്ച് പണം തട്ടിയെടുക്കുന്ന പതിവ് തുടരുകയായിരുന്നു എന്നും നിരവധി പേർ ഇവരുടെ വലയിൽ കുടുങ്ങി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നും മറ്റു ചിലരുടെ ജീവിതം താറുമാറായി എന്നുമൊക്കെയാണ് ഇവർക്കെതിരായ കേസ്. നേരത്തെ മ്യാൻമാറിൽ അവിടുത്തെ വിമത വിഭാഗം ഒരു വലിയ മേഖലയുടെ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം അവിടെ പ്രവർത്തിച്ചിരുന്ന മാഫിയ സംഘങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ചൈനീസ് സർക്കാരിന് കൈമാറിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വലിയൊരു സംഘത്തെ ചൈനീസ് പോലീസ് അന്ന് പിടികൂടിയിരുന്നത്. ഇവരെ ദീർഘമായി ചോദ്യം ചെയ്തതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവർ അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകളിൽ നിന്ന് പോലും കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ പ്രണയം നടിച്ച് തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ സംഘത്തിൻ്റെ തലവനായിരുന്ന മിങ് സുചാങ് 2023 പോലീസിൻ്റെ പിടിയിലാകുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തിരുന്നു. ഇയാളുടെ ഈ സംഘത്തെ മിങ് മാഫിയ സംഘം എന്നാണ് അറിയപ്പെടുന്നത്. ഇവർക്ക് ലോകത്തെ ഒരുപാട് രാജ്യങ്ങളിൽ വലിയ നെറ്റ്വർക്ക് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം മാഫിയ സംഘങ്ങളുടെ ശിങ്കിടികളായി പല രാജ്യങ്ങളിലുമായി ഇപ്പോഴും ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഇവർ അതത് രാജ്യങ്ങളിൽ അവിടുത്തെ ആളുകളെ പരമാവധി കബളിപ്പിച്ച് അവരുടെ പണവും എല്ലാം സമ്പാദ്യവും എല്ലാം തട്ടിയെടുത്തതിന് ശേഷം പിന്നീട് മുങ്ങിക്കളയുന്നതാണ് ഇവരുടെ സ്ഥിരം പതിവ്. മാത്രവുമല്ല, ആളുകൾ പലപ്പോഴും മാനക്കേട് കാരണം തങ്ങൾക്ക് പണം നഷ്ടമായ വിവരം പുറത്തു പറയാറുമില്ല. അങ്ങനെ 10-ലധികം പേർ ചൈനയിൽ മാത്രം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവരെ കണ്ടെത്തുക എന്നുള്ളത് ചൈനീസ് സർക്കാരിൻ്റെ വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. പക്ഷേ ഈ മ്യാൻമാറിലെ വിമത വിഭാഗമാണ് ഈ ഇത്തരം സംഘങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇവർക്ക് നൽകിയത്. മാത്രമല്ല, മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം, ചൈന കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു മാഫിയ സംഘം, ഇത്തരത്തിൽ പ്രണയം നടിച്ച് പൈസ തട്ടുന്നവർ ലണ്ടനിൽ വലിയ തോതിൽ കെട്ടിടങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്നാണ്. വലിയ മാളികകളും ഫ്ലാറ്റുകളും ഒക്കെ ഇവർക്ക് സ്വന്തമായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും കാര്യം മനസ്സിലാക്കി ബ്രിട്ടീഷ് സർക്കാർ ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈയിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാമർ ചൈനീസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ സന്ദർഭത്തിൽ ഈ ചൈനയിൽ നിന്ന് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി ബ്രിട്ടനിൽ സമ്പാദ്യം നടത്തുന്ന ആളുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ചൈനീസ് സർക്കാർ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘത്തിന് ഇപ്പോൾ അവിടെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചൈന മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന വലിയൊരു മേഖലയിലാകെ തന്നെ ഇത്തരത്തിലുള്ള ഈ ആളുകൾ, മാഫിയ സംഘങ്ങൾ ഇപ്പോഴും അവിടെ ചൂടുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നിരന്തരമായി ഇവർ ലോകത്തെ വിവിധ രാജ്യങ്ങളിലിരിക്കുന്ന ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുകയും വ്യാജ പ്രണയ സന്ദേശങ്ങളിലൂടെയും മറ്റും അവരുടെ പണം തട്ടിയെടുക്കുകയും ചെയ്യുന്നത് ഇപ്പോഴും തുടരുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ചൈനീസ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മാഫിയ സംഘങ്ങളെ കർശനമായി നേരിടുക എന്നുള്ളത് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർക്കെതിരെ ഇപ്പോൾ നടപടികൾ കൂടുതൽ കർശനമാക്കിയിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിലുള്ള പല മാഫിയ സംഘങ്ങളും ചൈനയിൽ പിടിയിലായിട്ടുണ്ട് എങ്കിലും അവർക്കാർക്കും തന്നെ വധശിക്ഷ വിധിച്ചിരുന്നില്ല. ഇത് ആദ്യമായിട്ടാണ് ചൈനയിൽ ഇമാതിരി ഓൺലൈനിലൂടെ ചതി നടത്തി പണമുണ്ടാക്കുന്ന ആളുകൾക്കെതിരെ വധശിക്ഷ തന്നെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇവർ കാരണം നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാന കാരണമായി കോടതി ഇക്കാര്യത്തിനായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്.